ഗ്രീൻ ബാങ്കറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദിന ഭാഗം ഒരു ദൈവവേദനയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ്. ഇന്ന് തുടർമാനമായി അതിനെക്കുറിച്ച് അല്പനേരം കൂടി ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്: ദൈവം വിശ്വസ്തൻ, അവൻ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ കാത്തുകൊള്ളും. ഈ പൈശാചികമായ സകല ആക്രമണങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവിക ഇടപെടലിനെ കുറിച്ച് അവിടെ ഓർപ്പിക്കുകയാണ്. ഇവിടെ നാം എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെ നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ആ തിരിച്ചറിവിൽ തന്നെ ലോകത്തോടും ആത്മമണ്ഡലങ്ങളോടും പ്രതികരിപ്പാൻ ദൈവം ആഗ്രഹിക്കുക. നമ്മെ വിശ്വാസമെന്ന പരിച ധരിപ്പിക്കുന്ന ദൈവം, നമ്മെ ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ കരത്തിലെടുത്ത് നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം. സ്തോത്രം. കർത്താവ് നമ്മോട് ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ, നാം സുരക്ഷിതരാണെന്ന് പറയുമ്പോൾ, ഒരു ദൈവപൈതൽ തന്നിൽ നിന്ന് തന്നെ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് രണ്ട് കാര്യമാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ 12 മുതൽ വായിക്കുമ്പോൾ അവിടെ പ്രസക്തമായി എഴുതപ്പെട്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അല്പം മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വിശ്വാസത്തിൻ്റെ പരിച, മാത്രമല്ല ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ. ഒരു ദൈവപൈതൽ ഒരു പടയാളിയായിരിക്കെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സുരക്ഷിതത്വത്തിന് വേണ്ടി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സർവായുധ വർഗങ്ങളുള്ളപ്പോൾ തന്നെ നമ്മുടെ ആ ഇൻവിസിബിൾ ഒപ്പോണന്റിനോട്, അദൃശ്യനായ എതിരാളിയോട് എതിർക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന ഏക ആയുധമേ ഉള്ളൂ. അത് ദൈവ വചനമെന്ന ആത്മാവിൻ്റെ വാൾ തന്നെയാണ്. അതുകൊണ്ട് നന്നായി തിരുവചനം ഹൃദിസ്ഥമാക്കണം. ദൈവവചനം ഹൃദിസ്ഥമാക്കുക മാത്രമല്ല, ജീവിതത്തിൻ്റെ നാനാതുറകളിൽ നമുക്ക് ആവശ്യമായതും നമ്മെ ആത്മാവിൽ ബലപ്പെടുത്തുന്നതും ഒരു സാഹചര്യങ്ങൾക്കും കീഴടങ്ങുവാൻ നമ്മെ അനുവദിക്കാതെ നമ്മെ ബലത്തോടെ നിർത്തുന്നതും ദൈവത്തിൻ്റെ തിരുവചനം മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോരോ സാഹചര്യങ്ങൾക്കൊത്തവണ്ണവുമുള്ള ദൈവത്തിൻ്റെ തിരുവചനത്തെ ഹൃദിസ്ഥമാക്കുവാനും അതിനെ നമ്മോട് തന്നെ സംസാരിപ്പാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. നാം ദൈവത്തോട് സംസാരിക്കുന്നവരാണ്, മറ്റുള്ളവരോട് സംസാരിക്കുന്നവരാണ്. അതിലും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നാം നമ്മോട് തന്നെ സംസാരിക്കുക എന്നുള്ളത്. എഫേസ്യ ലേഖനം നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു: സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ കർത്താവിന് പാടണം എന്ന് പറഞ്ഞാൽ തന്നോട് തന്നെ പാടണം. മറ്റുള്ളവരെ നാം ബലപ്പെടുത്തുമ്പോൾ തന്നെ, നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് ഉണർത്തിക്കുമ്പോൾ തന്നെ നാം നമ്മോട് തന്നെ, നമ്മിൽ തന്നെ ബലമുള്ളവരാകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ആമേൻ. അപ്പൊ ഇങ്ങനെ നാം നമ്മിൽ തന്നെ ബലപ്പെടുന്നതിൻ്റെ ഭാഗമായി നമുക്ക് നൽകപ്പെടുന്നതാണ് വിശ്വാസത്തിൻ്റെ പരിച. ഈ വിശ്വാസത്തിൻ്റെ പരിച എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ വാക്കുകളാൽ, നമ്മുടെ പ്രാഗൽഭ്യമുള്ള വാക്കുകൾ, നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രഖ്യാപനങ്ങൾ കൊണ്ടാണ് വിശ്വാസത്തിൻ്റെ പരിച നാം തീർക്കുന്നത്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ മറ്റാരൊക്കെ നിങ്ങളെക്കുറിച്ച് പറയുന്ന നല്ല വാക്കുകൾ നിങ്ങൾക്ക് ഉപകാരമായി വരുന്നതിനേക്കാൾ നിങ്ങളുടെ നാവിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് പുറപ്പെടുന്ന നല്ല വാക്കുകൾ, അതാണ് നിങ്ങൾക്ക് ധൈര്യത്തെ തരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസം എന്ന പരിച അതെൻ്റെ വാക്കിൽ നിന്നാണ് വെളിപ്പെടുന്നത്. 2, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ. ഒരു വിശ്വാസി സുരക്ഷിതനാകുന്നത് സർവായുധവരങ്ങൾ ധരിക്കുമ്പോഴാണ്. ഇപ്പോൾ ലോകത്തിലുള്ള ഏത് ഫാക്റ്റുകൾ, ഏത് വസ്തുതകൾ, അതിനെയെല്ലാം ബ്രേക്ക് ചെയ്യാനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനം.
ഒന്നുകൂടി പറഞ്ഞാൽ, നാം ജീവിതത്തിൽ വെളിപ്പെടുന്ന യാതൊരു പ്രതിസന്ധികളുടെ വിക്ടിംസ് അല്ല. വിക്ടിംസ് എന്ന് പറഞ്ഞാൽ ഇരകളല്ല. എന്താണ് ഈ ഇരയെന്നൊക്കെ പറഞ്ഞാൽ? ദൈവവചന പ്രകാരം വിക്ടിം എന്ന് പറയുന്നത് ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിട്ട്, ആ പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ട് ഒരിക്കലും പുറത്തു വരാൻ കഴിയാതെ വർഷങ്ങളായി ഞാൻ അതിൽ കിടക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഇരയാണ്. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ നിങ്ങളുടേതായ ഒരു വിഷയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിരന്തരമായി വിടുതൽ കിട്ടാതെ ഭാരപ്പെടുന്നു. നിങ്ങൾ അങ്ങനെ തുടരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വിഷയത്തിൻ്റെ ഇരകളാണ്. അത് രോഗമാകട്ടെ, കടമാകട്ടെ, ഭാരമാകട്ടെ, പാപമാകട്ടെ, അകൃത്യമാകട്ടെ, ജീവിതത്തിൽ ഏതെല്ലാം പ്രശ്നങ്ങൾക്കകത്ത് നിങ്ങൾ ഭാരപ്പെടുന്നോ, നിങ്ങൾ അതിൽ തന്നെ ഒരു നിസ്സഹായതയോടെ തുടരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ വിക്ടിംസാണ്, നിങ്ങൾ അതിൻ്റെ ഇരകളാണ്. പക്ഷെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ ഒന്നിൻ്റെയും വിക്ടിം ആയി തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. ഏറെ മനുഷ്യരും തടവുകളിലാണ് ജീവിക്കുന്നത്. ഒരുപക്ഷെ അവൻ പുറത്തിറങ്ങി നടക്കുന്നവനായിരിക്കാം, അവന് സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടായിരിക്കാം, അവൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനായിരിക്കാം. എന്നാൽ പല വ്യക്തികളും തടവിലാണ്. അവരുടേതായ ഭയത്തിൻ്റെ തടവറയിൽ, അവരുടേതായ പ്രശ്നങ്ങളുടെ തടവറയിൽ. ഒരിക്കലും അതിൽ നിന്നൊരു മോചനം ലഭിക്കുകയില്ലെന്നുള്ള ആ നിരാശപരമായ, ആ ഡിപ്രസ്ഡ് ആയിട്ടുള്ള തോട്ട്സുകൾ, അതിൻ്റെ തടവറയിൽ. ഇങ്ങനെ മനുഷ്യൻ പലപ്പോഴും പിടിക്കപ്പെട്ട് കിടക്കുക, വിക്ടിംസാണ്, ഇരകളാണ്. എന്നാൽ ദൈവവചനം പഠിച്ചാൽ മനസ്സിലാകും നാം ഒന്നിൻ്റെയും ഇരകളല്ല എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മെ കീഴടക്കുകയില്ല. ബൈബിൾ വിവിധ ഇടങ്ങളിലായി നമ്മോട് പറയുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ ഏതൊരു കാര്യത്തിലും നമ്മൾ നിസ്സഹായരല്ല. നമ്മൾ ഒരിക്കലും ഒരു വിക്ടിമായി തോറ്റു തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇല്ല. സ്റ്റോപ്പ്. നാം സുരക്ഷിതരാണ്. ഇതാണെന്ന് കർത്താവ് നമ്മോട് ഓർപ്പിക്കുന്നത്. അപ്പൊ യേശു ഇപ്രകാരം പറഞ്ഞു തിരുവചനത്തിൽ, ആടുകളോടുള്ള ബന്ധത്തിൽ, ഞാൻ നല്ല ഇടയനാണ്. ഈ ആടുകളെല്ലാം എനിക്ക് തന്നിരിക്കുന്ന ഈ പിതാവ് എന്നെക്കാൾ വലിയവനാണ്. എൻ്റെ പിതാവിൻ്റെ പക്കൽ നിന്ന് ആരും നിങ്ങളെ പിടിച്ചു പറിക്കത്തില്ല. എൻ്റെ പക്കൽ നിന്ന് നിങ്ങളെ ആരും കവർന്നു കളയത്തില്ല. കാരണം ഞാൻ നല്ല ഇടയനാണ്. അപ്പൊ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ബലപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ ദൈവഹിതമില്ലാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. സ്തോത്രം. അപ്പം കർത്താവിൻ്റെ തിരുവചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ പാടെ സുരക്ഷിതരാണ്. ഒരു രോഗമാകട്ടെ, മരണമാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മെ കീഴ്പ്പെടുത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരിക്കലും ക്രിസ്തീയ ജീവിതം കാറ്റുകളെയോ കോളുകളെയോ തടയുന്നില്ല കേട്ടോ, ഇല്ല. പക്ഷെ നമുക്കെതിരെ വരുന്ന കാറ്റുകളെയും കോളുകളെയും സമചിത്തതയോടെ സഹിക്കാനും അതിൽ ഓരോന്നിലും ജയം പ്രാപിപ്പാനും ദൈവം നമുക്കിടയാക്കും. ഓരോന്നിലും ജയം പ്രാപിപ്പാൻ. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പോൾ മറന്നു പോകരുത്, നിങ്ങൾ സെക്യൂർഡാണ്. സ്തോത്രം. ആമേൻ. നമ്മുടെ സെക്യൂരിറ്റി അത് ദൈവത്തിൻ്റെ പ്രൊവിഷനാണ്. നമ്മെ കരുതുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ സെക്യൂരിറ്റിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവവചനം ചിന്തിക്കുമ്പോൾ യേശു ഇപ്രകാരം പിതാവിനെ കുറിച്ച് പറയുകയാണ്, നിങ്ങളുടെ തലമുടി നാരിഴ പോലെ നമ്പർ ഇട്ടിരിക്കുന്നു, അവയിൽ ഒന്നുപോലും സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അറിയാതെ നിലത്ത് വീഴുകയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറുതെന്ന് നാം കരുതുന്നതിന് വരെയും വലിയ വില കൽപ്പിക്കുന്ന ഒരു ദൈവകരത്തിൽ നമ്മൾ സുരക്ഷിതരാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒരു സുരക്ഷിതത്വത്തിൻ്റെ അവബോധം ഒരു ഭക്തനെ നല്ല യുദ്ധസേവ ചെയ്യുവാൻ പഠിപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഏതൊക്കെ കാര്യത്തിൽ നമ്മൾ സുരക്ഷിതരായിരിക്കുന്ന? ആത്മീകമായിട്ട് ഭൗതിക കാര്യങ്ങൾ പലതും നമ്മൾ അല്പാൽപമായി ചിന്തിച്ചു. നീ ആത്മീകമായിട്ട്
എന്താണ് അവൻ്റെ സുരക്ഷിതത്വം? അല്ലെങ്കിൽ സ്പിരിച്വൽ ആൻഡ് ഇറ്റേണൽ സെക്യൂരിറ്റി, അതിനെക്കുറിച്ച് എന്താ ദൈവത്തിന് തിരുവചനം പറയുന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ഫ്രീഡം ഫ്രം സീൻ. പാപത്തിൽ നിന്ന് നാം സ്വാതന്ത്ര്യം പ്രാപിച്ചു, നാം സുരക്ഷിതരാണ്. എല്ലാ ദൈവമക്കളും യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവരെല്ലാം തന്നെ അവർ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവമക്കളായി തീരുക. നിങ്ങൾക്കറിയാമോ, നാം രക്ഷിക്കപ്പെട്ടവരാണ്, നാം ദൈവമക്കളാണ്, നാം ആത്മാവിൽ നടക്കുന്നവരാണ്. ജീവിതത്തിൽ കുറവുകളോ വീഴ്ചകളോ പ്രതിസന്ധികളോ വന്നാൽ നാളത്തേക്ക് മാറ്റിവെക്കാതെ അപ്പോൾ തന്നെ ക്രമീകരിക്കുന്നവരാണ്. തീർച്ചയായിട്ടും സ്തോത്രം. നാം ആ വിധത്തിൽ ശക്തരാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് നമ്മിൽ നിന്ന് മുഖം തിരിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു, നാം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ നാം സുരക്ഷിതരാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും ഫിലിപ്പി ലേഖനമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഫിലിപ്പിയൻ കാരാഗൃഹത്തിൽ കിടക്കുന്ന അപ്പോസ്തലൻ വളരെ സന്തോഷത്തോടെ ഫിലിപ്പിയരോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ തനിക്ക് നാളെ എന്ത് ഭവിക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠയല്ല അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. കാരണം അദ്ദേഹം തിരിച്ചറിയുന്നു താൻ സെക്യൂർഡ് ആണെന്നുള്ളത്, താൻ സുരക്ഷിതനാണെന്നുള്ളത്. സ്തോത്രം. അവിടെ ഇപ്രകാരം അദ്ദേഹം ഓർപ്പിക്കുകയാണ്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ നിനവുകളെയും നിങ്ങളുടെ ഹൃദയത്തെയും സൂക്ഷിക്കും. സ്തോത്രം. ഒന്നുകൂടി പറഞ്ഞാൽ, എൻ്റെ മാനസിക നിലവാരത്തിലും എന്നെ അടിപ്പെടുത്തുവാൻ ഒരു പൈശാചിക തലത്തിനും കഴിയാത്തതുപോലെ ഞാൻ സുരക്ഷിതനാണ്. സ്തോത്രം. ആമേൻ. ക്രിസ്തുയേശുവിൽ നമ്മുടെ ചിന്തകളെയും നിനവുകളെയും വരെയും ദൈവം കാക്കുവാൻ ആഗ്രഹിക്കുക. നമ്മുടെ സുരക്ഷിതത്വത്തിൻ്റെ ഒരു പ്രധാന കാരണമാണ് നാം പ്രാപിച്ച നിത്യജീവൻ. നമ്മളെല്ലാവരും നിത്യജീവനെ പ്രാപിച്ചവരാണ്. യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നിത്യജീവൻ. അതിനേക്കാൾ അപ്പുറത്തൊരു സമ്മാനം വേറെയില്ല, അതിനേക്കാൾ അപ്പുറത്തൊരു ദാനം വേറെയില്ല. നമുക്ക് ലഭിക്കപ്പെട്ട നിത്യജീവനാണ്. ആമേൻ. ഇറ്റേണൽ ലൈഫ്. യേശുവിൽ കൂടെ പിതാവ് നമുക്ക് നിത്യജീവൻ നൽകുകയാണ്. പ്രൈസ് ഗോഡ്. വീണ്ടും കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ ആടുകൾക്ക് നിത്യജീവൻ കൊടുക്കും. എൻ്റെ കയ്യിൽ നിന്നോ എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്നോ അവരെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവിക സംരക്ഷണത്തിൻ്റെ ഉദാത്തമായ അനുഭവങ്ങളെക്കുറിച്ച് കർത്താവ് ഇവിടെ ഓർപ്പിക്കുക. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഇക്കാര്യങ്ങളൊക്കെയും തിരുവചനത്തിൽ നമ്മെക്കുറിച്ച് നമ്മുടെ ഒരു ഹെറിറ്റേജ് ആയിട്ട്, നമ്മുടെ പ്രിവിലേജായിട്ട് നമുക്ക് കർത്താവ് തരുമ്പോഴും നാം എത്രത്തോളം സുരക്ഷിതരാണെന്ന് നാം കേൾക്കുന്നു, നാം മെഡിറ്റേറ്റ് ചെയ്യുന്നു, ഇതൊക്കെ വാസ്തവമായിരിക്കുമ്പോഴും പല ദൈവമക്കളുടെയും ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സംശയമാണ്, നാളെ എന്തായിത്തീരും, കുഞ്ഞുങ്ങൾ എന്തായിത്തീരും, ഭാവി എന്തായിത്തീരും, ആരോഗ്യം എന്തായിത്തീരും, സാമ്പത്തിക വിഷയം എന്തായിത്തീരും. നിങ്ങൾക്കറിയാമോ, ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നാളെക്കുറിച്ചുള്ള സകല ചിന്തകളും അത് മാനുഷികം പോലും അല്ല, അത് പൈശാചികമാണ്. സ്തോത്രം. നമ്മെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതും ഏറ്റവും കൂടുതൽ ധ്യാനിക്കേണ്ടതും ഉയരത്തിലെ കാര്യങ്ങളാണ്. സ്തോത്രം.
എന്നാൽ അങ്ങനെ നമ്മോട് ദൈവത്തിൻ്റെ വചനം ആവശ്യപ്പെടുമ്പോഴും നാം ലോകപരമായ അനേക കാര്യങ്ങളിൽ വ്യാപൃതരുമാണ്. സ്തോത്രം. എന്നാൽ ഇന്ന് കർത്താവ് നമ്മോട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ സുരക്ഷിതരാണ്, ആകയാൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. മിക്കവാറും പേര് അവരുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥിക്കുന്നതിന് പകരം വിചാരപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥനാ മുറികളിൽ അവർ അസ്വസ്ഥരാകുന്നു, അവർക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ അലട്ടുന്ന ഏറ്റവും മാരകമായ വിഷയം അത് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ഫ്രീ ആകും. നമ്മെക്കാൾ അത് നന്നായി നടത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുക. കാരണം നമ്മോടുള്ള ബന്ധത്തിൽ ദൈവം സൃഷ്ടിതാവല്ല, നമ്മോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മുടെ അപ്പനാണ്. അപ്പൊ എല്ലാവരോടും സൃഷ്ടിതാവ് എന്നതുപോലെ ഇടപെടുന്ന ദൈവം എന്നോടൊരു അപ്പൻ എന്ന പോലെ ഇടപെടുന്നത് ആ വാത്സല്യത്തിൽ, ആ കരുതലില്ല. ഈ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഭയം നമ്മെ ബാധിക്കത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ കർത്താവിന്റെ തിരുവചനം നമ്മോട് പറയുന്നു, നിങ്ങൾ സുരക്ഷിതരാണ്. ഹെബ്രായ ലേഖനത്തിലെ ചില വാക്യങ്ങൾ നാം പലവരും ചിന്തിച്ചതാണ്. പ്രൈസ് ഗോഡ്. കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. സ്തോത്രം. അപ്പോൾ നമ്മോട് നിന്റെ ഒരു പ്രതിസന്ധികൾക്കകത്തും ഞാൻ നിന്നെ കൈവിടത്തില്ല എന്ന് അരുളി ചെയ്ത ഒരു വാഗ്ദത്ത വചനം നമ്മുടെ മേൽ കിടക്കുകയാണ്. എന്താ ഈ വിശ്വാസം എന്ന പരിച? ദൈവം തന്ന വാഗ്ദത്തങ്ങളെ തന്നെ ഞാൻ മുറുകെ പിടിക്കുന്നു. എനിക്ക് ഈ സാഹചര്യങ്ങളെ വിശ്വാസമില്ല. ഈ സാഹചര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അപ്സൈഡ് ഡൗൺ തിരിയും. പക്ഷേ ഞാൻ നിലനിൽക്കും. ഹല്ലേലൂയ. ഞാൻ എന്നേക്കും നിലനിൽക്കും. കാരണം എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കും. സ്തോത്രം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഈ ഓർപ്പിക്കുന്നത്, നാം വളരെ സെക്യൂർ ആണെന്ന് തിരിച്ചറിയണം. ജീവിതത്തിലെ അരക്ഷിതത്വ ബോധങ്ങൾ വിടണം. ഒരു വിഷയത്തിന് മുമ്പിൽ പോലും നിങ്ങൾ നിസ്സഹായരായിട്ടിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ തിരുവചനം ഉടനീളം വായിച്ചു നോക്ക്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരൊറ്റ പ്രതിസന്ധിക്ക് പോലും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അത്രത്തോളം നാം ദൈവമക്കളാണ്. അപ്പൊ ഇതിനെ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നേ? സുരക്ഷിതത്വം, ആ പ്രൊട്ടക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതുകൂടി 2 വാക്കുകളിൽ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്ത്. ദൈവത്തെ പൂർവാധികം ആശ്രയിക്കുക. ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്ത്. നിങ്ങൾക്കറിയാം, ഈ ഫെയ്ത്ത് എന്നുള്ള പദം, വിശ്വാസം എന്നുള്ള പദം, അതിന് മൂലപദമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പിസ്റ്റിസ് എന്നാണ് പറഞ്ഞാൽ ട്രസ്റ്റ്. സ്തോത്രം. ദൈവത്തെ കണ്ണു അടച്ച് വിശ്വസിച്ചവരുണ്ട്. അവരെല്ലാം തന്നെത്താൻ സൂക്ഷിച്ചു. ഹല്ലേലൂയ. കണ്ണു അടച്ച് വിശ്വസിക്കുക. നിങ്ങളുണ്ടോ, ഈ ഹെബ്രായ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അബ്രഹാമിനെ കുറിച്ചാണ്. ആ വാക്യം ഇതാണ്: ഇസഹാക്കിൽ നിന്ന് ജനിക്കപ്പെടുന്നവൻ തൻ്റെ സന്തതിയാകുമെന്ന് അരുളപ്പാട് പ്രാപിച്ച അബ്രഹാം. ഇസഹാക്കിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ സന്തതിയാകുമെന്ന് അരുളപ്പാട് പ്രാപിച്ച അബ്രഹാം ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം കഴിച്ചു. ഒരു വശത്ത് ഇസഹാക്കിൽ നിന്ന് വെളിപ്പെടുന്നവൻ നിന്റെ സന്തതിയാകുമെന്നുള്ള വലിയ വാഗ്ദത്തം, മറുവശത്ത് ഈ ഇസഹാക്കിനെ
യാഗമർപ്പിക്കുവാൻ അരുളി ചെയ്യുന്ന ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്. ആമേൻ. ഇവിടെയാണ് എബ്രഹാമിൻ്റെ വിശ്വാസം റിവീലാകുന്നത്. ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്ത്. ദൈവത്തെ മാത്രം ആശ്രയിക്കുക, വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം കൽപ്പിച്ചതല്ലാതെ ഒന്നും തന്നെ ചെയ്യുന്നില്ല, സംഭവിക്കുകയില്ല എന്ന് നാം തീരുമാനിക്കുക, ഉറപ്പിക്കുക. Praise God. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ നിലകളിലുള്ള ഒരു ധ്യാനം നമുക്കുണ്ടെങ്കിൽ നമ്മെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ഇല്ല. Praise God. അപ്പൊ നിരന്തരമായ ദൈവവചന ധ്യാനം കൊണ്ട് ഈ വിശ്വാസം നമുക്ക് ലഭിക്കും. എങ്കിലേ ദൈവിക വാഗ്ദത്തങ്ങളെ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റൂ. ഇനി ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് ഒരുപക്ഷെ നമ്മുടെ മുറിയിലിറങ്ങി കർത്താവ് പറഞ്ഞാൽ പോലും നമ്മുടെ ഉൾത്തടത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് സാധ്യതകളില്ലെങ്കിൽ അസ്വപ്നം അല്ലെങ്കിൽ ആ ദൈവിക ഇടപെടൽ ഒരു പാഴ്ക്കിനാവായി മാറ്റപ്പെടും. സ്തോത്രം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കർത്താവ് അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രതിസന്ധിയും വരുന്നില്ല. ഇല്ല. സ്തോത്രം. മാത്രമല്ല, നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അത് ഫുൾഫിൽ ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവകരമുണ്ട്. സ്തോത്രം. സോ നിങ്ങൾ സുരക്ഷിതരാണ്. അത് ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ആത്മീയമാകട്ടെ, ഭൗതികമാകട്ടെ, നിങ്ങളുടെ റിലേഷൻസ് ആകട്ടെ, നിങ്ങളുടെ തലമുറകളാകട്ടെ, അവരുടെ വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ. പ്രൈസ് ഗോഡ്. ഈ 6-7 കൂട്ടങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംശയത്തിനിട കൊടുക്കുന്നത്, നമ്മൾ ഉത്കണ്ഠാകുലരാകുന്നത്? എന്നാൽ നമുക്കെന്ന് ചിന്തിക്കാം, ഞാൻ സുരക്ഷിതനാണ്. കാരണം ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടുന്നതിനേക്കാൾ നന്നായി എനിക്ക് വേണ്ടി ചിന്തിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു അപ്പനെയാണ് ഞാൻ സേവിക്കുന്നത്. സ്തോത്രം. കർത്താവ് പറഞ്ഞില്ലേ, നിന്റെ വിചാരങ്ങൾ, നിന്റെ ചിന്താകുലങ്ങൾ എൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ആമേൻ. നമുക്കിന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണ് അടയ്ക്കാം. സ്വർഗീയ പിതാവേ, ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ എത്രത്തോളം സുരക്ഷിതരാണെന്നുള്ള വലിയൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവിൻ്റെ ഹിതമല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്നുള്ളത് പഠിപ്പാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ സാഹചര്യങ്ങൾ എത്രത്തോളം മൂർധന്യമാണെങ്കിലും അതിനൊന്നും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന്, ഞങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമുള്ളത് കൊണ്ട് ഞങ്ങൾ ഇതിനൊക്കെ അതീതരാണെന്നുള്ളത് തിരിച്ചറിവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് ഈ തിരുവചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവിക പരിരക്ഷ ഉറപ്പാക്കി മുൻപോട്ട് പോകുവാൻ സ്വർഗം ഇടയാക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കട്ടെ. ആമേൻ.